അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനേക്കാളും വലിയ ആരാധന അള്ളാഹുവിന്റെ മുൻപിൽ നമുക്ക് നടത്താനില്ല. മാതാപിതാക്കളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ നിമിഷവും സന്തോഷത്തിന്റെ കാരണക്കാരാവണം. അവരെ സ്നേഹിച്ചുകൊണ്ട്, അനുസരിച്ചുകൊണ്ട്, കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും അവർക്ക് കൺകുളിർമ നൽകിക്കൊണ്ട് അവരുടെ തൃപ്തി നേടല നമ്മുടെ സ്വർഗത്തിന്റെ അടയാളം. അതല്ലേ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും സബബുൻ ലിദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു മനുഷ്യന്റെ കാരണം അവന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുക, സ്നേഹിക്കുക, തൃപ്തി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ലോകത്തിന്റെ റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രം 2 ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സുഹാബി റസൂലുള്ളാന്റെ അരികിലേക്ക് കയറി വന്നു. നാടുവിടാൻ, മക്ക വിട്ട് മദീനത്തേക്കോ മറ്റേത് രാജ്യത്തേക്കോ നാടുവിട്ടു പോകാൻ, അള്ളാന്റെ ദീന് സംരക്ഷിക്കാൻ, ദീനിനെ മുഴുവനായി ജീവിതത്തിൽ പകർത്താൻ കയറി വന്ന ആ ചെറുപ്പക്കാരനോട് അള്ളാന്റെ തിരുദൂതൻ ചോദിച്ചു, അഹയ്യ വാലിദാക്ക, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഖാല നഅം, ഉണ്ട് നബിയേ, എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ഉടനെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, ഫർജ്, മടങ്ങിപ്പോ, എന്നിട്ട് നിന്റെ മാതാപിതാക്കളെ പൊന്നുപോലെ സംരക്ഷിക്കണം. നിന്റെ ഹിജ്റ അതിൽപ്പെടും, നിന്റെ നാടുവിടൽ അതിൽപ്പെടും. ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നാടുവിടണമെങ്കിൽ പോലും മാതാപിതാക്കളുടെ സമ്മതം വേണം, അവരെ സംരക്ഷിക്കാൻ ആളുണ്ടാകണം. ഇന്ന് പലപ്പോഴും മതത്തിന്റെ ചിട്ടകൾ പലരും ഏറ്റെടുക്കുന്നത് സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. കല്യാണം കഴിഞ്ഞ് 4ാമത്തെ മാസത്തിന്റെ മുൻപ് കെട്ടിയ പെണ്ണിനെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിസ സംഘടിപ്പിക്കുന്ന മക്കളുണ്ട്. എന്തേ കാരണം? കെട്ടിയ പെണ്ണിന്റെ കൂടെ 4 മാസത്തിലധികം വിട്ടുനിൽക്കാൻ പാടില്ല എന്ന ഹദീസ് പഠിച്ചതിന്റെ പേരിൽ. എങ്കിൽ അറിഞ്ഞോ മക്കളെ, ഭാര്യയെ വിട്ടുനിൽക്കാൻ 4 മാസത്തെ അനുവാദമുണ്ടെങ്കിൽ പെറ്റ ഉമ്മാനെ വിട്ടുനിൽക്കാൻ 1 ദിവസത്തെ അവകാശം പോലും ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടില്ല. 4 മാസത്തിനിടയിൽ 1 തവണ പോലും ഉമ്മാനെ പറ്റി ചിന്തിക്കാതെ ഭാര്യമാരെ കൊണ്ടുപോകാൻ വേണ്ടി 4 മാസത്തിന്റെ ഹദീസിന്റെ കണക്ക് പറഞ്ഞ് നാട്ടിൽ വാപ്പയെയും ഉമ്മയെയും ഒറ്റക്കാക്കി വിദേശത്തെ സമ്പാദ്യത്തിന്റെ പേരിൽ കുടുംബത്തെ താലോലിക്കുന്ന ഓരോ മക്കളും പഠിക്കട്ടെ, എന്റെ ഉമ്മാനെ, എന്റെ വാപ്പാനെ നോക്കാൻ കഴിവുള്ള ഒരാള് എന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ മാത്രമേ ജീവിത ആവശ്യത്തിന് പോലും പുറത്തു പോകാൻ ഇസ്ലാം മക്കൾക്ക് അവകാശം നൽകിയിട്ടുള്ളൂ. അതോടൊപ്പം ജിഹാദിന് വേണ്ടി വന്നൊരു സഹാബിയും, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഞാൻ യുദ്ധത്തിന് പോകാൻ തയ്യാറാ, എന്തിനും ഞാൻ എന്റെ ശരീരം കൊണ്ട് ഒരുങ്ങി വന്നതാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തം ചിന്തണോ, ഷഹീദാകണോ, വാളെടുത്ത് യുദ്ധം ചെയ്യണോ, ഞാൻ റെഡിയാണ് റസൂലേ. അള്ളാന്റെ തിരുദൂതൻ കയറി വന്ന സഹാബിയോട് ചോദിച്ചു, അഹയ്യ വാലിദാക്ക, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് റസൂലേ. എങ്കിൽ ഫർജ്, നീ മടങ്ങിപ്പോണം, എന്നിട്ട് അവരോട് ജിഹാദ് ചെയ്യണം. എങ്ങനെ? അവരെ സ്നേഹിച്ചുകൊണ്ട്, സംരക്ഷിച്ചുകൊണ്ട്, അവർക്ക് സന്തോഷം കൊടുത്ത്. നീ പോരുമ്പോ അവര് കരയുകയാണെങ്കിൽ ആ കരച്ചിൽ നീ അങ്ങ് മാറ്റിയേക്കണം. അതാണ് നിന്റെ ജിഹാദ്. ഫഫീഹിമാ, ആ 2 പേരോടും നീ ചെയ്യുന്ന ജിഹാദിനോളം വലുതല്ല അള്ളാന്റെ മാർഗത്തിൽ വാളെടുത്ത് യുദ്ധം ചെയ്ത് ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിയാവുക എന്നുള്ളത്. ഈ ഹദീസുകളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. മാതാപിതാക്കളെക്കാളും വലുത് ഈ ദുനിയാവിൽ ഒന്നുമില്ല. കാമുകന്മാരില്ല, സമ്പാദ്യങ്ങളില്ല, കൊട്ടാരങ്ങളായ വീടുകളില്ല, പാറിപ്പറക്കുന്ന ബൈക്കുകളില്ല, ഉടുക്കുന്ന വസ്ത്രങ്ങളില്ല. ജീവിതത്തിലേക്കുള്ള സമയത്തിന്റെ മൂല്യങ്ങൾ മാതാപിതാക്കളെക്കാളും വലുതല്ല എന്ന് ചിന്തിക്കാനുള്ള മനസ്സുണ്ടാകണം. വിശുദ്ധ ഖുർആനിലൂടെ മാനവരോട് അള്ളാഹു ആ കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. വഖലാ റബ്ബുക, നിന്റെ രക്ഷിതാവ് നിന്നോട് കൽപ്പന തന്നിരിക്കുന്നു. എന്തിന്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അള്ളാഹു അല്ലാതെ. തൗഹീദ് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണോ? എങ്കിൽ രണ്ടാമതായിട്ടുണ്ടാകേണ്ട സ്വഭാവം വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട്
ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുക എന്നുള്ളതാ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ. ഇമ്മാ യബ്ലുഗന്ന, ആ വൃദ്ധരായ മാതാപിതാക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അറിയണം മക്കളെ, ഈ തലയും നരയ്ക്കും, ഈ കൈയും ബലഹീനമാകും, ഈ കണ്ണിനും കാഴ്ചശക്തി കുറയും. ഒന്ന് കുരച്ചു തുപ്പുന്ന തുപ്പലെങ്കിലും വായിന്റെ അരികിലൂടെ ഒലിച്ചു ചാടുന്ന വാർദ്ധക്യത്തിലേക്ക്, നിസ്സഹായതയിലേക്ക് ഞാനും നിങ്ങളും തിരിച്ചെത്താനുണ്ട്. ജീവിതത്തിന്റെ തുടക്കത്തിൽ ഉമ്മാന്റെ തോളത്ത് കടന്ന് ഉമ്മാന്റെ തോളാസകലം കേലയൊലിപ്പിച്ച് ഉമിനീനൊലിപ്പിച്ച് മകൻ സങ്കടം കാണിക്കുമ്പോ സ്വന്തം കൈകൊണ്ടും ചുണ്ടുകൊണ്ടും ആ പൈതലിന്റെ വായിൽ നിന്നൊലിക്കുന്ന കേലയും ഉമിനീരും കട്ടിക്കളഞ്ഞിട്ടും തുടച്ചു കളഞ്ഞിട്ടും മാതാക്കളും പിതാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: തേനൊലിപ്പിക്കുന്നോ മോനെ? തേനൊഴുകുന്നല്ലോ വായിൽ നിന്ന്. എന്താ കാരണം? അതും ഉമിനീര് തന്നെയാ. നീട്ടി ഒന്ന് തുൽപ്പാൻ ആ മക്കൾക്ക് കഴിവില്ല. എങ്കിൽ അതേ അവസ്ഥയിൽ നമ്മളെ മാതാക്കളും പിതാക്കളും നമ്മളെ കൺമുൻപിൽ കാണും. അന്നാ വാർദ്ധക്യത്തെ കൺമുൻപിൽ കിട്ടുമ്പോ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ. ചിലപ്പോ ഒരാളെ ഉണ്ടാകൂ, വാപ്പാദ്യമേ മരിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ആദ്യമേ മരിച്ചിട്ടുണ്ടാകും. എങ്കിൽ രണ്ടു പേരെയും ഒരാളെ മാത്രവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. മലയാള ഭാഷയിലെ ഏറ്റവും ചെറിയ തെമ്മാടിത്തത്തിന്റെ ഭാഷമായ ചേ എന്നൊരു വർത്തമാനം പോലും നീ പറയരുത് മോനെ, നീ പറയരുത് മോളെ. പറയണ്ട, നോക്കരുത് മോനെ, നോക്കരുത് മോളെ. ഉമ്മക്കാര്യം പറയുമ്പോ അനിഷ്ടകരമായ രീതിയിൽ മുഖമൊന്ന് ചുളിച്ചതിന്റെ പേരിൽ ലോകത്തിന്റെ റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ സഹാബാക്കളോട്, സഹാബിയോട് അള്ളാന്റെ പ്രവാചകൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. നിന്റെ മുഖം നീ ചുളിക്കരുത്, നിന്റെ കവിള് നീ തിരിക്കരുത്, നിന്റെ നാവ് കൊണ്ട് ഉമ്മാനെ വേദനിപ്പിക്കരുത്, നിന്റെ കൈ കൊണ്ട് നിന്റെ ഉമ്മാന്റെ സങ്കടം വരുത്തരുത്, നിന്റെ വാപ്പാനെ നീ സങ്കടം കൊണ്ട് ജീവിതത്തിലേക്ക് ഒറ്റപ്പെടുത്തരുത്. വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ. അവരോട് നീ കയർക്കാനും പാടില്ല, ദേഷ്യപ്പെടാനും പാടില്ല. അങ്ങനെ നീ ചെയ്താൽ നീയാണ് ഏറ്റവും മോശക്കാരൻ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഏറ്റവും മാന്യമായ വാക്ക് നീ നിന്റെ മാതാപിതാക്കളോട് പറയണം. വഹിഫ്ള് ലഹുമാ ജനാഹദ്ദുല്ലി. കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് അങ്ങ് ഒതുക്കി കൊടുത്തേക്കണം. കണ്ടിട്ടില്ലേ മാതാവിന്റെ സ്നേഹം? അങ്ങ് ദൂരെ ആകാശത്തിന്റെ മേൽപ്പാളികൾക്ക് താഴെ ഒരു പരുന്തെങ്ങാനും വട്ടമിട്ട് പറക്കുമ്പോ താഴെ നമ്മളുടെ വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു പിടക്കോയി തന്റെ പൈതലുകളെ വിളിച്ചുകൂട്ടി ചിറകിനടിയിലേക്ക് ഒളിപ്പിക്കുന്ന ലോകത്തിന്റെ കാരുണ്യം, മാതാവിന്റെ കാരുണ്യം. ഇപ്പോഴും മക്കൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന ആദിയിൽ സങ്കടത്തിൽ നെഞ്ചുപൊട്ടി ജീവിക്കുന്ന മാതാക്കൾക്കും പിതാക്കൾക്കും കാരുണ്യത്തിന്റെ ചിറക് നീ താഴ്ത്തി കൊടുക്കണം. വഖുൽ, എന്നിട്ട് നീ പറയണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. എന്റെ ചെറുപ്പത്തിൽ എന്നോട് സ്നേഹം കാണിച്ച ആ മാതാപിതാക്കളോട് അതിനേക്കാളും 1000 മടങ്ങ് സ്നേഹം കാണിക്കാൻ എനിക്ക് കഴിവ് തരണേ നാഥാ എന്ന് പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാവണം. കാരണം രക്ഷിതാക്കളിലൂടെ സ്വർഗത്തിലെത്താം, അതേ രക്ഷിതാക്കളിലൂടെ നരകത്തിലും എത്താം. സ്വർഗമാണ് രക്ഷിതാക്കളിലൂടെ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ മാതാപിതാക്കളെ നമ്മൾ പൊന്നുപോലെ സംരക്ഷിക്കണം. നെഞ്ചിന്റെ ഉള്ളിൽ ഒരു സങ്കടവും ഉണ്ടാക്കാൻ പാടില്ല. എന്നാലും എൻ്റെ മോള്, എന്നാലും എൻ്റെ മോന് എന്നൊരു സങ്കടമെങ്ങാനും തന്റെ മാതാവിന്റെ പിതാവിന്റെ ഉള്ളറകളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടില്ല മക്കളെ. ഇതെന്റെ വാക്കല്ല, ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ച വാക്ക. അതുകൊണ്ട് തന്നെ അള്ളാന്റെ തിരുദൂതൻ ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ പതുക്കെ ശബ്ദത്തിൽ പറഞ്ഞു, വൈലക്കും വൈലക്കും വൈലക്കും, നാശം നാശം നാശം. തിരുദൂതന്റെ സഹാബത്ത് ചോദിച്ചു, ആരാണ് റസൂലേ നാശം പിടിച്ചവൻ? തിരുദൂതൻ തിരിച്ച സങ്കടത്തോടെ പറഞ്ഞു, മാതാപിതാക്കളെ കിട്ടിയിട്ടും അള്ളാന്റെ സ്വർഗം കിട്ടാത്തവർ. മാതാപിതാക്കളെ കിട്ടിയിട്ടും അള്ളാന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റാത്തവർ. വൈലക്കും, അവര് നശിച്ചു പോകട്ടെ, നാശം കിട്ടിയവരാണവർ. ആ സ്നേഹത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ മാതാവിനോടാ. ആരോടാണ് തിരുദൂതരെ എന്ന് ചോദിച്ചപ്പോ ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്.
കാരണം സ്നേഹത്തിന്റെ കടലാണ് ഉമ്മ, കാരുണ്യത്തിന്റെ നീറുറവയാണ് ഉമ്മ. ഈ ലോകത്ത് നമ്മെ സ്നേഹിക്കാൻ ഉമ്മയോളം പകരമായി ഈ ലോകത്ത് മറ്റൊന്നും ഈ സൃഷ്ടിക്കപ്പെട്ട കൂട്ടത്തിലുള്ള ലോകത്ത് ഏറ്റവും മനുഷ്യൻ സഹിക്കുന്ന വേദന അറിഞ്ഞിട്ടുണ്ടോ പെൺമക്കളും ആൺമക്കളും? ഈ അടുത്ത ദിവസം ഒരു ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയപ്പോ ഒരു ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു മനുഷ്യന് ഈ ലോകത്ത് സഹിക്കാൻ പറ്റുന്ന വേദന 9.5% മാത്രമാണ്. അതിലധികം സഹിക്കേണ്ടി വന്നാൽ ആണായാലും പെണ്ണായാലും മരിച്ചു പോകും. എന്നാൽ പൂർണ്ണ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദന എത്രയാണെന്നറിയോ? 9.4%. ശരീരത്തിലെ 22 അസ്ഥികൾ ഒരുമിച്ച് പൊട്ടുന്ന വേദന. കൈയൊന്ന് പൊട്ടിയാൽ 10 ദിവസം കണ്ണുനീരുമായി ഉറക്കം വരാതിരിക്കുന്ന മക്കളെ, ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദന 9.4%. 22 അസ്ഥികൾ ഒരുമിച്ച് പൊട്ടുന്ന വേദന. വയറിന്റെ മുകൾ ഭാഗം കീറി ചെറുകുടലും വൻകുടലിന്റെ ഇടയിലൂടെയും കൈയിട്ട് ഓരോ ഞരമ്പുകൾക്കും പോറലേൽക്കാതെ കുഞ്ഞിനെ പുറത്തേക്ക് കിടക്കുന്ന സിസേറിയൻ മുതൽ ഓരോ മാതാവും സഹിക്കുന്ന വേദന അറിഞ്ഞിട്ടില്ല നമ്മളിൽ പലരും. ഇന്നും മക്കൾക്ക് വേണ്ടി പട്ടിണിയുമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ, പലപ്പോഴും മക്കൾ തിന്നട്ടെ എന്ന് കരുതി പിന്നാമ്പുറത്തേക്ക് മാറി നിന്ന് ഇപ്പോഴും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഉമ്മ, ആ ഉമ്മാന്റെ സ്നേഹത്തിന് പകരം കൊടുക്കാൻ ഒരായുസല്ല 100 ആയുസ് കിട്ടിയാലും മതിയാവില്ല മക്കളെ. ആ ഉമ്മാന്റെ സ്നേഹത്തിന് വില വരാൻ, ആ ഉമ്മാന്റെ സ്നേഹത്തിന് വില കൊടുക്കാൻ. അതുകൊണ്ടാണല്ലോ ഒരു ജീവിതത്തിലുണ്ടായ ഒരു അനുഭവ കഥ നിങ്ങളുടെ ഓർമ്മയിൽ പെടുത്തുകയാണ്. ഒരു മകൻ വാപ്പ മരിച്ചതിന് ശേഷം ആ മകനെ ഉമ്മ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നു. വളർത്തി പഠിപ്പിച്ച് വലുതാക്കി നല്ലൊരു ജോലിയും കിട്ടി. പക്ഷേ ജോലി കിട്ടി, അത്യാവശ്യം നല്ല തറവാട്ടിൽ നിന്നും പെണ്ണും കെട്ടിയപ്പോ മകന്റെ സ്വഭാവത്തിലൊക്കെ ഒരു വ്യത്യാസം. ഉമ്മാനെ കണ്ണുപിടിക്കുന്നില്ല. ഉമ്മാന്റെ ചുളിഞ്ഞ കൈയും ഉമ്മാന്റെ മെലിഞ്ഞ ശരീരവും ഉമ്മാന്റെ ഉന്തിയ പല്ലും അവനൊരു ഷെയ്മുകേടായി തോന്നി. കുടുംബക്കാർക്കിടയിൽ പറയാൻ പറ്റാത്ത, ഭാര്യന്റെ കുടുംബക്കാർക്കിടയിൽ പരിചയപ്പെടുത്താൻ പറ്റാത്തൊരു വസ്തു. അവസാനം ആ മകൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ, ഞാൻ വീട് മാറാൻ തീരുമാനിച്ചു. ഈ കോഴിക്കോട് സിറ്റിയിൽ പേരുകെട്ട ഒരു സ്ഥാപനത്തിന്റെ അരികിൽ പേരുകെട്ട ഒരു ഫ്ലാറ്റിൽ ആ മകൻ ഫ്ലാറ്റ് വാങ്ങി 68 ലക്ഷം രൂപ മുടക്കിയിട്ട് ഇന്നേക്ക് 11 കൊല്ലം കഴിഞ്ഞു. ഈ 11ാമത്തെ കൊല്ലത്തിൽ 4 മാസങ്ങൾക്ക് മുൻപ് ആ മകൻ വിദേശത്ത് ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നു. എന്തേ കാരണം? അവൻ ഭക്ഷണം കഴിക്കുമ്പോ എളുപ്പത്തിൽ ദഹിച്ചു പോകുന്നു. വായിലേക്ക് ഭക്ഷണം വെക്കുമ്പോഴേക്കും പെട്ടെന്നത് വിസർജ്യമായി പുറത്തേക്ക് പോകുന്നു. ഒരു സ്ഥാപനത്തിൽ കയറി ചെന്ന് സകല ടെസ്റ്റുകളും നടത്തി. ആളുകൾ വിധി എഴുതി, ഡോക്ടർമാർ എഴുതി കൊടുത്തു, വൻകുടലിൽ ക്യാൻസർ ബാധിച്ചതാ. അതുകൊണ്ട് തന്നെ പരിചരണം അത്യാവശ്യമാ. ഫ്ലാറ്റിലേക്ക് തിരിച്ചു ചെല്ലാൻ വേണ്ടി, കൂടെ കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുമ്പോ ആകെ 2 റൂമും 2 മക്കളും ഭാര്യയും മക്കളുടെ പുതിയാപ്രമാരും ഫ്ലാറ്റിലുണ്ടാകുമ്പോ ആ ഫ്ലാറ്റിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ തന്റെ മക്കൾക്ക് മടി, ഭാര്യക്ക് മടി. അവസാനം ആ വാപ്പാനെ ഒന്ന് കിടത്താൻ ഒരു സ്ഥലം പോലും ഇല്ലാതെ വെപ്രാളപ്പെടുമ്പോ മരിക്കാതെ കിടക്കുന്ന, മുൻപ് ഉപേക്ഷിച്ചു പോന്ന മാതാവ് ഓടിട്ട വീട്ടിന്റെ ഉള്ളിൽ നിന്നും ആ മകനോട് സങ്കടത്തോടെ പറഞ്ഞു, എന്റെ ജബ്ബാറിനെ എന്റെ കട്ടിലിന്റെ അടുത്ത് കിടത്താം. എന്റെ മൂക്കിൽ ശ്വാസം വലിക്കാൻ പറ്റുന്ന കാലത്തോളം, ആ ശ്വാസം എന്റെ നെഞ്ച് പടപ്പിക്കുന്ന കാലത്തോളം എന്റെ മകനെ ഞാൻ നോക്കിക്കൊള്ളുമെന്ന് പറയുകയും ആ ഉമ്മാന്റെ കട്ടിലിന്റെ അരികിൽ 3 മാസം തികയാതെ 6 അടി മണ്ണിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉമ്മാന്റെ സ്നേഹത്തിന് പകരം വെക്കാൻ പറ്റില്ല മക്കളെ. കാമുകന്റെ സ്നേഹം പറ്റില്ല, കൂട്ടുകാരുടെ സ്നേഹം സാധിക്കില്ല, ലോകത്ത് മറ്റൊരുത്തന്റെയും സ്നേഹം. ആ മാതാവിനെ നെഞ്ചുകൊണ്ട് സ്നേഹിക്കാൻ അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ? ആ ഉമ്മയെ അടുത്തിരുന്ന് സംസാരിച്ചിട്ടുണ്ടോ ആ ഉമ്മയോട്? ഉമ്മാന്റെ കൈയിന്റെ അടിയിലേക്ക് നോക്കുമ്പോ ഒരുപാട് കറിക്കത്തികളുടെ അടയാളങ്ങൾ കാണാം. മരിച്ചു കിടന്ന ഉമ്മാനെ മയ്യത്ത് കൊളിപ്പിക്കാൻ കൊണ്ടുപോയ മകള് ഉമ്മാന്റെ കൈ കണ്ടു വാവിട്ട് കരഞ്ഞു. എന്താ കാരണം? കറിക്കരയുമ്പോ കൈയിന്റെ അടിയിൽ പാടുകൾ വന്നു, തയമ്പ് കെട്ടി മുറിഞ്ഞ പാടുകൾ ആ ഉമ്മാന്റെ കയ്യിൽ കണ്ടപ്പോ ആ കൈ പോലും ആയുസ്സുള്ളപ്പം നോക്കാൻ നേരം കിട്ടാത്ത മക്കളാ. നോക്കിയിട്ടുണ്ടോ ഉമ്മാരെ? അടുത്തിരുന്ന് സംസാരിച്ചിട്ടുണ്ടോ ഉമ്മാരോട്? ഉമ്മാന്റെ വേദനയെ പറ്റി ചോദിച്ചിട്ടുണ്ടോ? ഉമ്മ തിന്നോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഉമ്മാന്റെ വസ്ത്രം, ഉമ്മാന്റെ ഭക്ഷണം, ഉമ്മാന്റെ ജീവിതം
ചോദിച്ചിട്ടുണ്ടോ മക്കളെ? അരമണിക്കൂർ വേണ്ട, 5 മിനിറ്റെങ്കിലും ആ ഉമ്മാന്റെ അടുത്തിരിക്കാൻ. റളിയല്ലാഹു, അല്ലാഹുവിന്റെ തൃപ്തി, റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ, സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. ഉമ്മാന്റെ സ്നേഹം അത് അല്ലാഹുവിന്റെ സ്നേഹമായിട്ട് കാണണം. അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപമായിട്ട് കാണണം.